നിങ്ങളൊക്കെ ബോർഡർ ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ യൂട്യൂബിലും എനിക്ക് തോന്നുന്നു ഒക്കെ വന്നിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അധികം യാത്ര പോകുന്നത്, എപ്പോഴും പോകുന്നത് ഞാൻ ഈ തമിഴ്നാട്ട് ആ ഭാഗത്തോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കാറ്റും ആ കൃഷിയും ഒക്കെ കാണാനേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ സത്യത്തിൽ അവിടെ പോയതല്ല, റോസ്മല പോകാനായിട്ട് പോയപ്പോൾ അവർ കയറ്റി വിടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോയതല്ലയോ എന്ന് വിചാരിച്ച് മോൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ തമിഴ്നാട്ടിൽ പോകുമെന്ന് പറയുമ്പോഴേ ഞാൻ വരുമ്പോൾ എനിക്ക് ഇത് ഫുഡ് മേടിച്ച് തരണമെന്ന് പറഞ്ഞാൽ വരുന്നത് കേട്ടോ. നേരത്തെയൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒരാൾ കസേര ഒഴിയുന്ന നോക്കിയിരിക്കണം ചാടി കയറി കഴിക്കാനേ. എനിക്ക് അവിടുത്തെ ചിക്കനാണ് പ്രത്യേകത. അവനെന്ത് ചിക്കനും കുരുമുളകും ഒക്കെ ഇട്ട് പുഴുങ്ങി വെച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്ക് അത് എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് ചൂടാക്കി, ഞാൻ കഴിക്കത്തില്ല, ഞാനും മോളും അത് കഴിക്കത്തില്ല. മോൻ അത് ജീവനാണ്ട. ഇത് ഒരു പീസ് ഇതിന് 140 രൂപ. നല്ല വില. ഇറങ്ങി വരുമ്പോൾ നല്ല വില്ലുവാകും കേട്ടോ. അവിടുത്തെ കോയിൻ പൊറോട്ടയാ, തിന്നാൻ നല്ല ടേസ്റ്റാ കേട്ടോ. ഞാനും മോളും ഒക്കെ പൊറോട്ട കഴിച്ച് ഓംലേറ്റും കഴിച്ച്, അവൻ ചിക്കൻ പിച്ചി പറിച്ചൊക്കെ തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ചിക്കൻ ഇങ്ങനെ കണ്ടോ, പുഴുങ്ങി പകുതി വേവിച്ചെങ്ങാണ്ട് വെച്ചേക്കുവാ ഇത്. അപ്പോൾ ഇത് അവർ മസാലയൊക്കെ പരട്ടി നമുക്ക് വറുത്ത് തരും. പിന്നെ പിച്ചി കീറിയ പൊറോട്ടയോ. അപ്പോഴേ ഞാൻ മോനോട് പറഞ്ഞു അത് വേണ്ട. ഇപ്പം ആൾക്കാർ വിചാരിക്കും വലിയ സംഭവം, കൈ വെച്ച് നോക്കിക്കോണേ, അവിടെ നിന്ന് ആൾക്കാർ പിച്ചി കീറി ഇടുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനൊക്കെ ആയിട്ട് തരുന്നത്. ഈ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഫോട്ടോയും കൂടെ എടുക്കണേ, വീഡിയോ ഒക്കെ വരുമ്പോൾ എല്ലാവരും കാണട്ടേന്ന്. കുറേ പേര് നിന്ന് അവിടെ പൊറോട്ട അടിക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്തോട്ടേ നിൽക്കുമ്പോൾ ഒരു മടിയില്ല അതിന്. ഈ താറ് എൻ്റെ അല്ല കേട്ടോ, ഓസിന് കിട്ടിയത്. അപ്പോൾ ഒന്ന് യാത്ര ചെയ്തേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.